ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സാധാരണ ഞാൻ സവാളയൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കൽ. പക്ഷെ ഇന്ന് ചോറ് വെച്ച് വാർത്ത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിലേക്ക് മറ്റേ ഏലക്കായ്, ഗ്രാമ്പു, പട്ട ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തെല്ലാം ഏലക്കായ്, ഗ്രാമ്പു, പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇതെന്താ കത്തോ ഇതിനെന്താ പറയുന്നത് പറയില്ല കേട്ടോ. ഇത് നമുക്ക് ഈ വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇനി തിളക്കുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജീരകശാല കൈമ അരിയാണ്. അത്യാവശ്യം നല്ല സ്മെല്ലെല്ലാം ഉള്ള അരി തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ 1.5 ഗ്ലാസ് 2 ഗ്ലാസ് അരിയാണ് വീട്ടിൽ ചോറ് വെക്കാൻ എടുക്കുക. പക്ഷെ ബിരിയാണി അരി ആയതുകൊണ്ട് ഇത് 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 3 വലിയ ഗ്ലാസ് അരി. എന്താ ബിരിയാണി ആകുമ്പോൾ അത്യാവശ്യം കുട്ടികൾ കഴിക്കുമല്ലോ, അതുകൊണ്ട് അവിടെ വിട്ടിട്ട് അവർ കഴിക്കും ബിരിയാണി ആകുമ്പോൾ. പിന്നെ ഇത് കഴുകിയിട്ട് ഊറ്റിയെടുക്കാം. ബിരിയാണി അരി ഒരു 1-2 വെള്ളത്തിൽ മാത്രമേ കഴുകാൻ പാടുള്ളൂ എന്ന്, അധികം ഇങ്ങനെ ഇതാക്കി കഴുകാൻ പാടില്ല എന്നെല്ലാം പറയലുണ്ട്. പക്ഷേ ഞാൻ കഴുകും ഒരു 3 വെള്ളത്തിൽ.